പാലാരിവട്ടം തമ്മനം റോഡിൽ വൈകിട്ട് 5ഓടെയാണ് പൈപ്പ് പൊട്ടിയത്. വർഷങ്ങൾ പഴക്കമുള്ള ജല അതോറിറ്റിയുടെ 700 mm പ്രിമോ പൈപ്പാണ് തകർന്നത്. ഇതോടെ വെള്ളം കുത്തിയൊലിച്ച് പല വഴിക്ക് ഒഴുകി. ഒപ്പം റോഡും തകർന്ന് ഗർത്തമായി. ഈ ടാറ് ഇനി പിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലുള്ള മണ്ണ് മുഴുവൻ പോയിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അത് ഫുള്ള് ഇടിയാം. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കും. ആലുവ ജലശുദ്ധീകരണ ശാലയിൽ നിന്ന് വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പിനോട് ബന്ധിപ്പിച്ച് ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പുകളിലൊന്നാണിത്. സംഭവത്തെ തുടർന്ന് തൃക്കാക്കര MLA ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഏതാനും നാൾ മുൻപും പ്രദേശത്ത് പൈപ്പ് പൊട്ടിയിരുന്നു. പഴക്കമുള്ള പൈപ്പ് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന ആവശ്യം നാളുകളായി ഉണ്ടെങ്കിലും ഒരു നടപടിയും ജല അതോറിറ്റി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എത്രത്തോളം ഡെപ്ത് ഉണ്ട് ഇതിനൊന്നും. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കുടിവെള്ളം ഇല്ല എന്നുള്ളത് ഉറപ്പായി. ഈ പൈപ്പ് സംസ്കാര ജംഗ്ഷൻ തൊട്ട് തമ്മനം അനന്തപുരം അമ്പലം വരെയാണ് ഈ പൈപ്പ് ഉള്ളത്. ഈ പൈപ്പ് 55 കൊല്ലമായിട്ടും കോടിക്കണക്കിന് രൂപ മുടക്കി അമൃത് പോലുള്ള പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പോലും ഇതെന്തുകൊണ്ട് ചെയ്യാൻ വൈകുന്നു എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തമ്മനം, കാരണക്കോടം, എളമക്കര, കലൂർ തുടങ്ങിയ മേഖലകളിൽ കുടിവെള്ള വിതരണം 2 ദിവസത്തേക്ക് തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി വ്യക്തമാക്കി. അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ജോലികൾ പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതിനിടെ പ്രധാന റോഡ് കൂടി തകർന്നതിന് നേരെയാകാൻ പിന്നെയും സമയമെടുക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.